PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചൊരു കാര്യമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി LGS എക്സാമിന് വേണ്ടിയിട്ട് നല്ലൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് തരുമോ എന്നുള്ളത് ഒരുപാട് പേരായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ, നമ്മുടെ ടൈം ടേബിൾ പ്രകാരം ക്ലാസ്സുകൾ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ യൂണിവേഴ്സിറ്റി LGS നോക്കാതിരുന്നത്. അപ്പോൾ കുറേ പേരായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി LGSന് വേണ്ടിയിട്ട് നല്ലൊരു ടൈം ടേബിൾ തരുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അവരെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് യൂണിവേഴ്സിറ്റി LGSന് വേണ്ടിയിട്ട് നമ്മളൊരു 50 ദിവസത്തെ ടൈം ടേബിളാണ് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. വളരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിക്ക് വളരെ കുറച്ച് ടോപ്പിക്സ് ഓരോ ദിവസവും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു രീതിക്കാണ് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനിതിൽ സിലബസ് പ്രകാരമുള്ള ആ ഒരു രീതിക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ SCRT പാഠഭാഗങ്ങളൊന്നും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. ഞാനത് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഏതൊക്കെ SCRT പാഠഭാഗങ്ങളാണ് യൂണിവേഴ്സിറ്റി LGSന് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഇപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമുക്ക് ഏതൊക്കെ SCRT പാഠഭാഗങ്ങൾ പഠിക്കണം, കേരള ജോഗ്രഫിയുടെ ഭാഗത്ത് ഏതൊക്കെ SCRT പാഠഭാഗങ്ങൾ പഠിക്കണം, കെമിസ്ട്രിയുടെ ഭാഗത്ത് ഏതൊക്കെ SCRT പഠിക്കണം, അങ്ങനെ ഓരോ ടോപ്പിക് വൈസ് ഏതൊക്കെ SCRT പാഠഭാഗങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഉടനെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തു തരാം. ഇവിടെ നമ്മൾ സിലബസ് പ്രകാരം ടൈം ടേബിൾ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 50 ദിവസത്തെ ടൈം ടേബിളാണ്. നല്ല രീതിയിൽ സീരിയസ് ആയിട്ട് നിങ്ങൾ ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്, നല്ല രീതിയിൽ പഠിക്കും എന്നുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ഉണ്ടായിരിക്കും. പഠിക്കുകയാണെങ്കിൽ കേട്ടോ, സീരിയസ്നെസ്സോട് കൂടിയിട്ട് പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടൈം ടേബിൾ തന്നെയാണ്. 50 ഡേയ്സ് ടൈം ടേബിളാണ്. അപ്പോൾ നമുക്ക് മുന്നിൽ ഇപ്പോൾ സമയമുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും അതാണ് പറയുന്നത്. നമ്മൾ സിലബസ് തീർക്കാൻ വേണ്ടി ഓടിച്ചിട്ട് വായിച്ചു പോയിട്ട് കാര്യമില്ല. PSCയുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെയധികം അത് ഉറപ്പിച്ച് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച് ആ ഭാഗത്ത് നിന്ന് എങ്ങനെ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് വളരെ വ്യക്തമായിട്ട് ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക. പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. അല്ലാതെ അവിടെയും കുറേ വായിച്ചു ഇവിടെയും കുറേ വായിച്ചു അങ്ങനെ വായിച്ചു പോയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. പിന്നെ യൂണിവേഴ്സിറ്റി LGSന് നമുക്ക് GK പ്ലസ് മാത്സ് ഉണ്ടല്ലോ. അപ്പോൾ ആ മാത്സിൻ്റെ മാർക്ക് നിങ്ങൾ കളയാതെ നോക്കുക. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു പോർഷൻ കളയാതെ നോക്കുക. അവിടെ നിങ്ങൾ ആദ്യം തന്നെ ഉറപ്പിക്കുക. മാത്സിൻ്റെ ഭാഗത്തു നിന്നുള്ള മാർക്ക് നമ്മൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്യും എന്നുള്ള രീതിയിൽ ഉറപ്പിച്ച് വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ മാത്സ് ഒരുപാട് തവണ റിവിഷനും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മാത്സ് അത്രത്തോളം നിങ്ങൾക്ക് തറവായി കഴിഞ്ഞാൽ മാത്സിൻ്റെ ഭാഗത്തു നിന്നുള്ള മാർക്ക് കളയാതെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് നമുക്ക് GKക്ക് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു രീതിക്ക് മാത്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടൊക്കെയാണ് നമ്മുടെ ടൈം ടേബിൾ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീട്ടമ്മമാരാണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന തരത്തിലുള്ള ഒരു ടൈം ടേബിളാണ്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെ SCRT പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തു തരാം കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡേ വൺ പഠിക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് മാത്സിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ജീവശാസ്ത്രം എന്ന് പറയുന്ന ഭാഗത്ത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്. അതിൽ നിങ്ങൾ ഒരു ടോപ്പിക്ക് വെച്ചിട്ട് പഠിച്ചു പോയാൽ മതി. കോശം എന്ന് പറയുന്ന ടോപ്പിക്ക്, കോശം കലകൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, അത് ഒരു ദിവസം പഠിക്കുക, ഡേ 1 പഠിക്കുക. ദെൻ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു പൗരൻ്റെ അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗം പഠിക്കുക. കറണ്ട് അഫയേഴ്സ് 2022 ജനുവരി പഠിക്കുക. ഓക്കെ, ഇത്രയാണ് ഡേ 1 പഠിക്കാനുള്ളത്. ദെൻ ഡേ 2 മാത്സിൽ ലസാഗു, ജീവശാസ്ത്രത്തിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന ഭാഗത്ത് നാഡീ വ്യവസ്ഥ എന്ന് പറയുന്ന ഭാഗം പഠിക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു പൗരൻ്റെ കടമകൾ പഠിക്കുക. ദെൻ കറണ്ട് അഫയേഴ്സ് 2022 ജനുവരി. അപ്പോൾ ഈ ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ചാനലിലൂടെ നമ്മൾ എല്ലാ ക്ലാസ്സുകളും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ക്ലാസ്സുകൾ വേണമെന്നുള്ളവർ അതൊന്ന് കണ്ടുപഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഡേ 3 പഠിക്കേണ്ടത് മാത്സിൽ ഉസാഖ, ജീവശാസ്ത്രത്തിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന ഭാഗത്ത് രക്തപര്യന വ്യവസ്ഥ മാത്രം പഠിക്കുക. ദെൻ ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ഭാഗം. ദെൻ കറണ്ട് അഫയേഴ്സിൽ 2022 ഫെബ്രുവരി പഠിക്കുക. ഡേ 4 മാത്സിൽ ഭിന്നസംഖ്യകൾ, ജീവശാസ്ത്രത്തിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ശ്വസന വ്യവസ്ഥ പഠിക്കുക. ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുക. കറണ്ട് അഫയേഴ്സ് 2022 ഫെബ്രുവരി തന്നെ പഠിക്കുക. നമ്മൾ കറണ്ട് അഫയേഴ്സ് ഓരോ മാസത്തെയും കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ 2 ദിവസം വെച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഡേ 5
മാത്സിൽ ദശാംശ സംഖ്യകൾ, ജീവശാസ്ത്രം, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവിൽ അന്തസ്രാവി വ്യവസ്ഥ പഠിക്കുക. അന്തസ്രാവി വ്യവസ്ഥ. ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ തന്നെ പഠിക്കുക. കറണ്ട് അഫയേഴ്സ് 2022 മാർച്ച്. ഡേ 6 മാത്സിൽ വർഗവും വർഗമൂലവും എന്ന് പറയുന്ന ടോപ്പിക്ക്. ജീവശാസ്ത്രത്തിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവിൽ പ്രത്യുൽപാദന വ്യവസ്ഥ പഠിക്കുക. കേരളം ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഭാഗം പഠിക്കുക. കറണ്ട് അഫയേഴ്സിൽ 2022 മാർച്ച് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുക. ദെൻ ഡേ 7 നമുക്ക് റിവിഷൻ ആണ്. വീക്ക്ലി നമുക്ക് റിവിഷൻ വരുന്നുണ്ട്. ഡേ 7 റിവിഷൻ ആണ്. റിവിഷൻ ദിവസം നിങ്ങൾ 6 ദിവസം പഠിച്ച കാര്യങ്ങൾ കംപ്ലീറ്റ് റിവൈസ് ചെയ്യുക. പിന്നെ മുൻവർഷ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ LGS മെയിൻസ് ആയതോടെ കഴിഞ്ഞ 2021 LGS മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എന്നുള്ള രീതിക്ക് പഠിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള കാര്യം. പിന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം, തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ വായിക്കാം, PSC ബുള്ളറ്റിൻ വായിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നോക്കാവുന്നതാണ് കേട്ടോ. ഇനി ഡേ 8 മാത്സിൽ ശരാശരി എന്ന് പറയുന്ന ടോപ്പിക്ക്. ദെൻ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവിൽ അസ്ഥി വ്യവസ്ഥ പഠിക്കുക. കേരളം ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുക. ദെൻ കറണ്ട് അഫയേഴ്സ് 2022 ഏപ്രിൽ. ഡേ 9 പഠിക്കാനുള്ളത് മാത്സിൽ ലാഭവും നഷ്ടവും. ദെൻ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവിൽ പേശി വ്യവസ്ഥ, കേരളം ഭൂമിശാസ്ത്രം, നദികളും കായലുകളും എന്ന് പറയുന്ന ഭാഗം പഠിക്കുക. ജോഗ്രഫി, കേരള ജോഗ്രഫിയിലെ നദികളും കായലുകളും. ദെൻ കറണ്ട് അഫയേഴ്സ് 2022 ഏപ്രിൽ, ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാം. ദെൻ ഡേ 10 നമുക്ക് മാത്സിൽ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ടോപ്പിക്ക്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവിൽ ദഹന വ്യവസ്ഥ പഠിക്കുക. കേരളത്തിൽ വിവിധ വൈദ്യുത പദ്ധതികൾ. കറണ്ട് അഫയേഴ്സ് 2022 മെയ്. ഡേ 11 മാത്സിൽ സമയവും ദൂരവും. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവിലെ വിസർജന വ്യവസ്ഥ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ പഠിക്കുക. കറണ്ട് അഫയേഴ്സ് 2022 ജൂൺ പഠിക്കുക കേട്ടോ. ദെൻ ഡേ 12 ആണ്. ഡേ 12 മാത്സിൽ സമയവും ദൂരവും പഠിക്കുക. സമയവും ദൂരവും. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഭാഗം ഹാഫ് പഠിക്കുക കേട്ടോ, പകുതി ഭാഗം പഠിക്കുക. കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളെക്കുറിച്ച് പഠിക്കുക. ദെൻ ഡേ 13 മാത്സിൽ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ പകുതിയല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നത്, അത് ഫുള്ളായിട്ട് പഠിക്കുക, കംപ്ലീറ്റ് പഠിക്കുക. ദെൻ കേരളത്തിൽ മത്സ്യബന്ധനം എന്ന് പറയുന്ന ടോപ്പിക്ക്. കറണ്ട് അഫയേഴ്സ് 2022 ജൂലൈ. ദെൻ ഡേ 14 ആകുമ്പോഴത്തേനും നമുക്ക് റിവിഷൻ ആണ്. അപ്പോൾ റിവിഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കംപ്ലീറ്റ് കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. പിന്നെ 2021 LGS മെയിൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് വർക്കൗട്ട് ചെയ്യുക, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം, തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ വായിക്കാം, അതെല്ലാം അവിടെ ചെയ്യാം കേട്ടോ. ദെൻ ഡേ 15 നമുക്ക് പഠിക്കേണ്ടത് മാത്സിൽ ശ്രേണികൾ. കേരളം കായിക രംഗം എന്ന് പറയുന്ന പോർഷൻ ഹാഫ് പഠിക്കുക, പകുതി ഭാഗം പഠിക്കുക. ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും പകുതി പഠിക്കുക. കറണ്ട് അഫയേഴ്സ് 2022 ഓഗസ്റ്റ്. ഡേ 16 മാത്സിലെ സമാന ബന്ധങ്ങൾ. കേരളത്തിലെ കായിക രംഗം ബാക്കിയുള്ള ഭാഗം പഠിക്കുക. ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും ബാക്കിയുള്ള കംപ്ലീറ്റ് പോർഷൻ പഠിക്കുക. മാത്സിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഒന്നുകൂടെ റിവിഷൻ ചെയ്യുക. ഓക്കെ, മാത്സിലെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും റിവിഷൻ ചെയ്യുക. ഡേ 17 മാത്സിൽ തരംതിരിക്കൽ. ഓക്കെ, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ തരംതിരിക്കൽ. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഠിക്കുക. കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ പകുതി പഠിക്കുക. കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ പകുതി. കറണ്ട് അഫയേഴ്സ് 2022 സെപ്റ്റംബർ. ദെൻ ഡേ 18 മാത്സിൽ ലസാഗു എന്ന് പറയുന്ന പോർഷൻ റിവിഷൻ ചെയ്യുക. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, റിവിഷൻ ചെയ്യുക. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഠിക്കുക, ബാക്കിയുള്ള ഭാഗം. ദെൻ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. നേരത്തെ പകുതി പഠിച്ചതായിരുന്നു, അത് കംപ്ലീറ്റ് പഠിക്കുക. ദെൻ കറണ്ട് അഫയേഴ്സ് 2022 ഒക്ടോബർ പഠിക്കുക. ഡേ 19 മാത്സിൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം. വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹികവൽക്കരണം എന്ന് പറയുന്ന ടോപ്പിക്ക് കുറച്ച് പഠിക്കുക കേട്ടോ, പകുതി പഠിക്കുക. പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ കുറച്ച് പഠിക്കുക. ദെൻ വീണ്ടും ഡേ 20 നമുക്ക് മാത്സിൽ ഉസാഖ റിവിഷൻ ചെയ്യുക. വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹികവൽക്കരണം, ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുക.
ദെൻ ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ പഠിക്കുക. കറണ്ട് അഫയേഴ്സ് 2022 നവംബർ പഠിക്കുക. ഡേ 21 നമുക്ക് റിവിഷൻ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ റിവിഷൻ ചെയ്യുക, PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക, തൊഴിൽ പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിക്കുക കേട്ടോ. ദെൻ ഡേ 22 മാത്സിൽ ഒറ്റയാനെ കണ്ടെത്തൽ എന്ന് പറയുന്ന ടോപ്പിക്ക്, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും, പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ പഠിക്കുക. ദെൻ ഡേ 23 മാത്സിൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ബാക്കി പഠിക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ പഠിക്കുക. കറണ്ട് അഫയേഴ്സ് 2022 ഡിസംബർ. ഇത് വലിയൊരു ടോപ്പിക് ആയതുകൊണ്ടാണ് നമ്മൾ പാർട്ടായിട്ട് ഓരോ ദിവസവും കുറച്ചായിട്ട് പഠിച്ചു പോയാൽ മതി. ഓക്കെ. ദെൻ ഡേ 24 മാത്സിൽ ഭിന്നസംഖ്യകൾ റിവിഷൻ ചെയ്യുക. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ പഠിക്കുക. ഡേ 25 മാത്സിൽ സ്ഥാനനിർണയം എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കുക. ആറ്റവും ആറ്റത്തിന്റെ ഘടനയും പഠിക്കുക. നവോത്ഥാന നായകർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൽ ഓരോരോ വ്യക്തികളെ കുറിച്ച് നമ്മൾ പഠിക്കുവാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് കേട്ടോ. ഡേ 26 അയിരുകളും ധാതുക്കളും, ഇന്ത്യൻ ഭൂമിശാസ്ത്രം കുറച്ച് പഠിക്കുക. നവോത്ഥാന നായകന്മാർ, അതിൽ ബ്രഹ്മാനന്ദ ശിവയോഗിയെ കുറിച്ച് പഠിക്കുക. കറണ്ട് അഫയേഴ്സ് 2023 ജനുവരി പഠിക്കുക. ദെൻ മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഇന്ത്യൻ ഭൂമിശാസ്ത്രം ഡേ 27 ആണ് കേട്ടോ. ഇന്ത്യൻ ഭൂമിശാസ്ത്രം, പിന്നെ നവോത്ഥാന നായകന്മാരിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ പഠിക്കുക. കറണ്ട് അഫയേഴ്സ് 2023 ഫെബ്രുവരി. ദെൻ ഡേ 28 നമുക്ക് റിവിഷൻ ആണ്. 2021 LGS മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. ഡേ 29 ഹൈഡ്രജനും ഓക്സിജനും, ഇന്ത്യൻ ഭൂമിശാസ്ത്രം, നവോത്ഥാന നായകരിൽ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പഠിക്കുക. കറണ്ട് അഫയേഴ്സ് 2021 ജനുവരി പഠിക്കുക. ഡേ 30 രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ, ഇന്ത്യൻ ഭൂമിശാസ്ത്രം, നവോത്ഥാന നായകരിൽ വൈകുണ്ഠ സ്വാമികൾ, മാത്സിൽ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക് റിവിഷൻ ചെയ്യുക. ഡേ 31 ദ്രവ്യവും പിണ്ഡവും, ഇന്ത്യൻ ഭൂമിശാസ്ത്രം, നവോത്ഥാന നായകന്മാർ, അതിൽ വാഗ്ഭടാനന്ദനെ കുറിച്ച് പഠിക്കുക. കറണ്ട് അഫയേഴ്സ് 2021 ഫെബ്രുവരി പഠിക്കുക. ഡേ 32 പ്രവൃത്തിയും ഊർജവും, ഇന്ത്യൻ ഭൂമിശാസ്ത്രം, നവോത്ഥാന നായകരിലെ അയ്യങ്കാളി, കറണ്ട് അഫയേഴ്സ് 2021 മാർച്ച്. ഡേ 33 ഊർജവും അതിൻ്റെ പരിവർത്തനവും, ഇന്ത്യൻ ഭൂമിശാസ്ത്രം, അതിർത്തികൾ പഠിക്കുക. നവോത്ഥാന നായകന്മാരിൽ ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ വ്യക്തികളെ നമ്മൾ പഠിച്ചു, ബാക്കിയുള്ള ആളുകളെ കുറിച്ച് പഠിക്കുക. ദെൻ മാത്സിൽ വർഗവും വർഗമൂലവും എന്ന് പറയുന്ന ഭാഗം റിവിഷൻ ചെയ്യുക. ഡേ 34 ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ പഠിക്കുക. അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, കറണ്ട് അഫയേഴ്സ് 2021 ഏപ്രിൽ, മാത്സിൽ ശരാശരി എന്ന് പറയുന്ന ടോപ്പിക് റിവിഷൻ. ഡേ 35 എഗെയിൻ റിവിഷൻ ആണ് വരുന്നത്. PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. ദെൻ ഡേ 36 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ജീവിതശൈലി രോഗങ്ങൾ, മാത്സിൽ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ടോപ്പിക് റിവൈസ് ചെയ്യുക. ഡേ 37 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, താപവും ഊഷ്മാവും, കറണ്ട് അഫയേഴ്സ് 2021 മെയ്, ഇന്ത്യൻ ഭരണഘടന റിവിഷൻ ചെയ്യുക. ഡേ 38 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, കറണ്ട് അഫയേഴ്സ് 2021 ജൂൺ പഠിക്കുക. ഡേ 39 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ പകുതി പഠിക്കുക. പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, കറണ്ട് അഫയേഴ്സ് 2021 ജൂലൈ, മാത്സിൽ സമയവും ദൂരവും റിവിഷൻ ചെയ്യുക. ഡേ 40 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ബാക്കി പഠിക്കുക. ശബ്ദവും പ്രകാശവും പഠിക്കുക. കറണ്ട് അഫയേഴ്സ് 2021 ഓഗസ്റ്റ്, കേരളം ഭൂമിശാസ്ത്രം റിവിഷൻ ചെയ്യുക. ഡേ 41 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഭരണ സംവിധാനങ്ങൾ, ശബ്ദവും പ്രകാശവും ബാക്കി പോർഷൻ പഠിക്കുക. കറണ്ട് അഫയേഴ്സ് 2021 സെപ്റ്റംബർ. ഡേ 42 റിവിഷൻ ആണ്. PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ചെയ്യുക. ഡേ 43
സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ എന്ന് പറയുന്ന ഭാഗം. ശബ്ദവും പ്രകാശവും, കറണ്ട് അഫയേഴ്സ് 2021 ഒക്ടോബർ പഠിക്കുക. ദെൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പഞ്ചവത്സര പദ്ധതികൾ, ഡേ 44 ആണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക്. സൗരയൂഥവും സവിശേഷതകളും, കറണ്ട് അഫയേഴ്സ് 2021 നവംബർ. ഡേ 45 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും, സൗരയൂഥവും സവിശേഷതകളും, കറണ്ട് അഫയേഴ്സ് 2021 ഡിസംബർ. ഡേ 46 ഇന്ത്യൻ ജോഗ്രഫി റിവിഷൻ ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട്. ഡേ 47 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യുക. ഡേ 48 കേരള ജോഗ്രഫി കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യുക. ഡേ 49 കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് റിവൈസ് ചെയ്യുക. ഡേ 50 എന്ന് പറയുന്ന ദിവസം ഫുള്ളായിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവസാനത്തെ 3-4 ദിവസം കംപ്ലീറ്റ് റിവിഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡേ 50 ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി LGSന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഓരോ ഭാഗത്തും പഠിക്കേണ്ട SCRT പാഠഭാഗങ്ങൾ ഞാൻ പറഞ്ഞു. ഓരോ ടോപ്പിക് വൈസ് ഏതൊക്കെ SCRT പാഠഭാഗങ്ങൾ പഠിക്കണമെന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അത് കണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. പിന്നെ നമ്മൾ SCRT ഇതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ SCRT പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്യില്ലേ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്